പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. നിലവിൽ 5 സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണെങ്കിലും ഭരണവിരുദ്ധ വികാരം ജില്ലയിൽ അത്രമേൽ ശക്തമാണ്. ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് വിവാദങ്ങളും CPM നേതാക്കളുടെ ജയിൽവാസവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ, മറുവശത്ത് UDF-ലെ ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ അടക്കം സാധാരണക്കാർ നേരിടുന്ന ദുരിതങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ഈ സാഹചര്യത്തിൽ അഴിമതിയും ഗ്രൂപ്പുകളിയുമില്ലാത്ത ഒരു ഭരണം പത്തനംതിട്ടയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസ സംരക്ഷണത്തിനും വികസനത്തിനുമായി നിലകൊള്ളുന്ന BJPക്ക് ഇത്തവണ പത്തനംതിട്ടയിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. പത്തനംതിട്ടയുടെ മണ്ണ് ആർക്കൊപ്പം നിൽക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ആറന്മുളയിലെ ആരോഗ്യ വിപ്ലവകാരി വീണ ജോർജിന്റെ അടുത്തേക്ക് വരാം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മന്ത്രി എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന്റെ മറുപടി ദുരിതം എന്ന് മാത്രമായിരിക്കും. മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല, താലൂക്ക് ആശുപത്രികളിൽ ഡോക്ടർമാരില്ല. പക്ഷേ മന്ത്രിയുടെ PR വർക്കിന് ഒരു കുറവുമില്ല. ക്യാമറ കാണുമ്പോൾ മാത്രം ഓടിയെത്തുന്ന, ഫേസ്ബുക്കിൽ വികസനം വിളമ്പുന്ന ഒരു മന്ത്രിയെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? സ്വന്തം മണ്ഡലമായ ആറന്മുളയിൽ പോലും ഒരു നല്ല ആശുപത്രി സൗകര്യം ഉറപ്പാക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക? കോവിഡ് കാലത്തെ കണക്കുകൾ മുതൽ വാക്സിൻ വിതരണം വരെ എല്ലാം വെറും പബ്ലിസിറ്റി സ്റ്റണ്ടുകളായിരുന്നു എന്ന് ജനം തിരിച്ചറിയുന്നു. വികസനം എന്നാൽ ഫ്ലെക്സുകൾ അടിച്ച് കയറ്റലല്ല മന്ത്രിയെ, ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകലാണ്. ഈ പരാജയത്തിന് ആറന്മുളയിലെ ജനങ്ങൾ ഇത്തവണ മറുപടി നൽകും. പത്തനംതിട്ടയിലെ CPM ഇപ്പോൾ അറിയപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് പാർട്ടി എന്നാണ്. സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തായതോടെ പാർട്ടിയുടെ മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. അണികൾക്ക് വേണ്ടി വിപ്ലവം പ്രസംഗിക്കുകയും അണിയറയിൽ സ്വർണം കടത്തുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ പ്രാദേശിക ഘടകങ്ങൾ വരെ അഴിമതിയിലാണ്. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് PR വർക്ക് നടത്തുന്നതല്ലാതെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത്? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കാനാണ് പാർട്ടിയും സർക്കാരും സമയം കണ്ടെത്തുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം വോട്ടെണ്ണുമ്പോൾ പെട്ടിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് ഈ UDF-ന്റെ അവസ്ഥ ഒന്ന് നോക്കാം. പത്തനംതിട്ടയിൽ LDF സ്വർണ്ണക്കൊള്ള നടത്തുമ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്തവരായി കോൺഗ്രസ് മാറിപ്പോയത് എന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, അഴിമതിയുടെ കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ്. പകൽ സമയം പരസ്പരം ചീത്ത വിളിക്കുകയും രാത്രിയിൽ ഒത്തുകൂടുകയും ചെയ്യുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പത്തനംതിട്ടയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് എന്നാൽ ഇന്ന് വികസനത്തിന് വേണ്ടിയുള്ള പാർട്ടിയല്ല, മറിച്ച് സീറ്റിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് മാനേജർമാരുടെ കമ്പനി തന്നെയാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിൽ നടത്തുന്ന ആ തെരുവ് യുദ്ധമുണ്ടല്ലോ, അത് കാണുമ്പോൾ പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക് ലജ്ജ തോന്നുകയാണ്. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണമെങ്കിൽ ഗ്രൂപ്പ് നേതാക്കളുടെ കാല് പിടിക്കണം. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള നേതാക്കളെയല്ല, മറിച്ച് ഗ്രൂപ്പ് രാജാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെയാണ് ഇവർ പത്തനംതിട്ടയിൽ അടിച്ചേൽപ്പിക്കുന്നത്. പത്തനംതിട്ടയിൽ പുതിയൊരു നേതൃത്വത്തെ വളർത്താൻ നിങ്ങൾക്ക് ഭയമാണോ? അതോ അധികാരം കൈവിട്ടു പോകുമെന്ന പേടിയോ? ഗ്രൂപ്പ് പോര് കാരണം സ്വന്തം അണികൾ തന്നെ തമ്മിലടിക്കുന്ന ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ഈ ജില്ലയുടെ ഭാവി സുരക്ഷിതമായി നോക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പേരാണ് അടൂർ പ്രകാശ്. കഴിഞ്ഞ കുറേ കാലമായി കോന്നിയെ തന്റെ കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിന്റെ അധികാരമോഹം ഇന്ന് ആ മണ്ഡലത്തെയും ഈ ജില്ലയെയും എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: അടൂർ പ്രകാശ് സാറേ, നിങ്ങളെ ഈ ജില്ലയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചത് എന്തിനായിരുന്നു? പത്തനംതിട്ടയുടെ വികസന കാര്യങ്ങൾ പാർലമെന്റിൽ വിളിച്ചു പറയാനും കേന്ദ്ര പദ്ധതികൾ ജില്ലയിലേക്ക് എത്തിക്കാനുമല്ലേ? 5 വർഷം തികച്ച് ആ കസേരയിൽ ഇരിക്കാൻ പോലും തയ്യാറാകാതെ വീണ്ടും MLA കസേര മോഹിച്ച് കോന്നിയിലേക്ക് വണ്ടി കയറുന്ന താങ്കളുടെ നിലപാട് ഈ വോട്ടർമാരോടുള്ള വഞ്ചനയല്ലേ? പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളുടെയും അവസ്ഥ ഇന്ന് ദയനീയമാണ്. ആറന്മുള, കോന്നി, അടൂർ, റാന്നി, തിരുവല്ല എന്നിവിടങ്ങളിലെല്ലാം വികസനം ഫ്ലെക്സുകളിൽ മാത്രമാണ്. വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർ കാണിച്ച ഇരട്ടത്താപ്പ് ആരും മറന്നിട്ടില്ല. ശബരിമല വിഷയത്തിൽ BJP പ്രവർത്തകർ ലാത്തിയടിയും ജയിൽവാസവും അനുഭവിച്ചപ്പോൾ AC മുറിയിലിരുന്ന് പ്രസ്താവന ഇറക്കുക മാത്രമായിരുന്നു UDF നേതാക്കളുടെ പണി. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വിശ്വാസികളെ വഞ്ചിച്ച കോൺഗ്രസിനെ ഇത്തവണ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നതിൽ സംശയമില്ല.
അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന LDFും ഗ്രൂപ്പ് പോരിൽ തകർന്ന UDFും പത്തനംതിട്ടയുടെ വികസനത്തിന് തടസ്സം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളെയും തൂത്തെറിഞ്ഞ് BJPയുടെ കരുത്തുറ്റ ഭരണത്തിനായി പത്തനംതിട്ട തയ്യാറെടുക്കുകയാണ്. ഗ്രൂപ്പില്ലാത്ത, അഴിമതിയില്ലാത്ത, ജനപക്ഷത്തു നിൽക്കുന്ന ഒരേയൊരു ബദൽ അത് BJP മാത്രമാണ്. ഇവിടെയാണ് BJPയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്നവരാണ് ഇവിടുത്തെ മുന്നണികൾ. പത്തനംതിട്ടയിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് BJPയുടെ ഭരണമാണ്. എന്തുകൊണ്ടാ? കാരണം അവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. കുമ്മനം രാജശേഖരനെ പോലെയുള്ള കറപുരളാത്ത വ്യക്തിത്വങ്ങൾ ആറന്മുളയിൽ ഇറങ്ങുമ്പോൾ അത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട BJPക്ക് മാത്രമേ പത്തനംതിട്ടയുടെ ആത്മാവ് തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശബരിമലയെ തകർക്കാൻ നോക്കിയവർക്കും അതിന് കൂടെ പിടിച്ചവർക്കും ഇടയിൽ വിശ്വാസികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവരാണ്. അഴിമതിയിൽ മുങ്ങിയ CPMഉം ദിശയില്ലാത്ത കോൺഗ്രസും പത്തനംതിട്ടയെ പിന്നോട്ടടിക്കുമ്പോൾ വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും പുതുപുലരിയുമായി BJP മുന്നോട്ട് വരികയാണ്. ആരോഗ്യ മേഖലയെ തകർത്ത മന്ത്രിയും സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കുന്ന പാർട്ടിയും പത്തനംതിട്ടയ്ക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സുരക്ഷിതമായ ഭരണം, സുതാര്യമായ വികസനം. പത്തനംതിട്ട ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കപ്പെടും. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് വെറും 5 മണ്ഡലങ്ങളിലെ സീറ്റുകളെ കുറിച്ചല്ല, മറിച്ച് വരും തലമുറയുടെ പത്തനംതിട്ടയെ കുറിച്ചാണ്. ഇന്ന് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു വരികയാണ്. ഒരു വശത്ത് ഭരണത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ മറന്ന സ്വർണ്ണക്കൊള്ളക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ഇടതുമുന്നണി, ആരോഗ്യ വകുപ്പിനെ വെറും ഒരു PR ഏജൻസിയാക്കി മാറ്റിയ മന്ത്രിയുടെ പരാജയങ്ങൾ നമ്മൾ കണ്ടു. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഫ്ലെക്സുകളിൽ മാത്രം വികസനം നടത്തുന്ന ഈ രീതി പത്തനംതിട്ടയെ തളർത്തിയിരിക്കുകയാണ്. അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും ചങ്ങലക്കെട്ടിൽ നിന്ന് ഈ ജില്ലയെ മോചിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മറുവശത്ത് കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കമ്പനി, ഗ്രൂപ്പ് വൈരാഗ്യം തീർക്കാൻ സ്വന്തം പാർട്ടിയെയും നാടിനെയും വഞ്ചിക്കുന്ന നേതാക്കളാണ് അവിടെയുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി പരസ്പരം ഷട്ടിൽ പിടിക്കുന്നവർ എങ്ങനെയാണ് ജനങ്ങളുടെ വിധി നിർണയിക്കുക? അധികാരമോഹം തലയ്ക്ക് പിടിച്ച നേതാക്കൾക്ക് ഡൽഹിയിലെ കസേരയും കോന്നിയിലെ കസേരയും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ പത്തനംതിട്ടയിലെ സാധാരണക്കാരന്റെ കന്നിയിൽ മണ്ണ് വീഴുമ്പോൾ ഇവർ എവിടെയായിരുന്നു? ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും ഗ്രൂപ്പ് പോരും പത്തനംതിട്ടയുടെ ശാപമാണ്. ഇവിടെയാണ് പത്തനംതിട്ട പുതിയൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അഴിമതിയില്ലാത്ത, ഗ്രൂപ്പ് പോരില്ലാത്ത, വികസനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന BJP ഭരണം ഇന്നൊരു സ്വപ്നമല്ല, അതൊരു ആവശ്യമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ കേരളത്തിന്റെ ഈ മണ്ണിലും വേരുപിടിക്കും. വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിൽ ചോര ചീന്തിയ പത്തനംതിട്ടയിലെ വിശ്വാസികൾക്ക് ആശ്വാസമാകാൻ, ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് കരുത്താകാൻ, യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പത്തനംതിട്ടയിലെ വോട്ടർമാരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. മാറ്റം അനിവാര്യമാണ്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായ LDFനെയും UDFനെയും ഇത്തവണ അറബിക്കടലിൽ എറിയണം. പത്തനംതിട്ടയുടെ ആത്മാവ് തൊട്ടറിയുന്ന വികസനത്തിന്റെ നേരിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയ യുഗം ഇവിടെ പിറക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.